വിശുദ്ധ ഇസ്ലാം മനുഷ്യർക്കാകെ മോചനവുമായി, പരിപൂർണ മോചനവുമായി അള്ളാഹുവിനാൽ ഇറക്കപ്പെട്ട മതമാണ്. വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ എന്നീ പ്രമാണങ്ങളിലൂടെ വേണം ഇസ്ലാം എന്ത് എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാം ജനസമക്ഷം സമർപ്പിച്ചിരിക്കുന്നതൊക്കെയും നല്ലതാണ് എന്നത്. നല്ല കാര്യങ്ങൾ മാത്രമേ ഒരു ജനം, ഒരാളാവട്ടെ, ഒരു സമൂഹമാവട്ടെ, ഒരു ലോകമാവട്ടെ എങ്ങനെ ജീവിക്കണമെന്ന് പോലും നിർദ്ദേശിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്താൻ പ്രേരകമാകുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിച്ച മതമാണ്. നല്ലതാണ് ഇസ്ലാം ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലവനായി തീരണമെന്നാണ് ഇസ്ലാം ഓരോ വ്യക്തിയോടും കൽപ്പിക്കുന്നത്. അങ്ങനെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി, ഓരോരുത്തരും മാതൃകയായി, ഓരോരുത്തരും അനുകരിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഓരോ പ്രധാന വ്യക്തിത്വങ്ങളായി ഈ ലോകത്ത് ജീവിക്കണം. മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചു കൊണ്ട് വേണം ജീവിതത്തെ ക്രമപ്പെടുത്താൻ. മരിച്ചു പോകുന്ന മനുഷ്യന്റെ മരണാനന്തരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മുടെ ചിന്ത കൊണ്ടോ, നമ്മുടെ അറിവ് കൊണ്ടോ, നമ്മുടെ കൂടിയാലോചന കൊണ്ടോ ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഇവിടെ മനുഷ്യർക്ക് പുറമെ നമുക്ക് ഗോചരമല്ലാത്ത മലക്കുകളുണ്ട്, ജിന്ന് വർഗമുണ്ട്, വഹി ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജിബ്രീൽ വഴി നൽകിയ സന്ദേശങ്ങൾ വ്യക്തമായതാണ്, ബോധ്യപ്പെട്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അനുമാനിച്ച് കണ്ടെത്താൻ കഴിയുന്നതോ അല്ല. അതൊക്കെയും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? അത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ വരുന്നത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മെ പടച്ച, പ്രപഞ്ചത്തെ പടച്ചവനാണ് വിശുദ്ധ ഖുർആൻ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവലംബിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും മരണശേഷവും നമുക്ക് വിപുലമായ, വിശാലമായ ഒരു ജീവിതം ബാക്കിയുണ്ടെന്നും ഉള്ള സത്യം. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ എത്രത്തോളം അവന്റെ സ്വഭാവത്തിൽ, അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ ഇടപാടുകളിൽ, അവന്റെ ഇടപെടലുകളിലൊക്കെ തന്നെ ഏറ്റവും നല്ലവനാകാൻ എങ്ങനെ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന അവനിൽ ഉണ്ടാവണം. അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങളെ മുൻനിർത്തിയും ആയിരിക്കണം. അങ്ങനെ ജീവിക്കാൻ തയ്യാറാവുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് ശാന്തനായി സമാധാനപൂർവ്വം ജീവിക്കുന്നവനായിരിക്കാം. അവൻ നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും സന്തോഷപൂർവ്വം പുഞ്ചിരിയോടെ പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നേരിടാൻ അവന് കഴിയും. അവൻ ആക്രോശിക്കുന്നവനല്ല, അവൻ അട്ടഹസിക്കുന്നവനല്ല, അവൻ പ്രശ്നസങ്കീർണതകളിൽ മുഴുകുന്നവനല്ല, അവൻ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവനല്ല, അവൻ അക്രമവും അനീതിയും പ്രവർത്തിക്കുന്നവനല്ല. അവൻ ശാന്തനായി സത്യസന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുകയും അത് സമാധാനപൂർവ്വം ജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് യാത്രയാവാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം ജീവിതത്തിന്റെ ഏത് കയറ്റിറക്കങ്ങൾക്കിടയിൽ കൂടിയായിപ്പോലും അവനിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ദൈവവിശ്വാസം അവനിൽ ഒന്നാമതായി അങ്കുരിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതവും മരണവും എന്തിനാണെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത
ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷണമാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലവനായി തീരണം. ആ നല്ലവനാകാനുള്ള പരിശ്രമത്തിന് വേണ്ടിയാണ്, അത്യധ്വാനത്തിന് വേണ്ടിയാണ് നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നത്. അങ്ങനെ നല്ലവനായി ജീവിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ അത് അനുഭവവേദ്യമാകുന്ന ലോകമാണ് പരലോകം. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ കരുണാവാരിധിയാണ്, അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. അവൻ നമ്മിൽ നിന്ന് വരുന്ന ചെറുതും വലുതുമായ എല്ലാം പുറത്തു തരുന്നവനാണ്. നമ്മുടെ മനസ്സകത്തിലേക്കാണ് പടച്ചവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ശുദ്ധമായില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ടുള്ള ജീവിതമായിരിക്കണം നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആനെ മുൻനിർത്തി നമുക്ക് പഠിപ്പിച്ചു തന്നു. വതബിയു അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഅതൻ വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ, അതായത് നമുക്ക് ഇറക്കപ്പെട്ടതിൽ നിന്ന്, നമുക്ക് ഇറക്കപ്പെട്ട വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവനായി ജീവിക്കണം. എന്തിന്? നിങ്ങൾ ഓർക്കാതിരിക്കെ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി. നമ്മൾ ഓർക്കാതെയാണ് നമ്മെ മരണം പിടികൂടുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്ത് ഒന്നും നിർവഹിക്കാനില്ല. നമ്മുടെ ജനാസ, നമ്മുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കമായിരിക്കും നമുക്ക് വേണ്ടി ജീവിച്ച നമ്മെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടാവുക. ഖബറിലാകുന്നതോടുകൂടി ബർസഖിയായ ജീവിതമാണ്. പിന്നെ ഒരു നാളിൽ എല്ലാവരും മരണശേഷം ഒത്തുകൂടുന്നു പരലോകത്ത്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മരണാനന്തരം പോകും. മരണം എപ്പോഴാ നമുക്കറിയില്ല. ഏത് നിമിഷവും അത് സംഭവിക്കും. ഏത് നിമിഷവും ബർസഖി ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ നിലച്ചിരിക്കാതെ നമ്മൾ ധൃതി പിടിച്ചെന്തല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ എന്തെല്ലോ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനോ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ മരണം വന്നെത്തുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി കുട്ടികൾ, വിദ്യാർത്ഥിനികളൊക്കെയും യുവാക്കളൊക്കെ തന്നെയും ആക്സിഡന്റിൽ മരിച്ചത് നമ്മൾ കേട്ടില്ലേ? വിശുദ്ധന്മാരാവാൻ വേണ്ടി തിരിച്ച 4 or 5 സഹോദരന്മാര് മരിച്ചുപോയി അപകടത്തിൽ. സ്കൂൾ വിട്ടു വരുമ്പോ 4 പെൺകുട്ടികൾ, സുഹൃത്തുക്കളായ പെൺകുട്ടികൾ അപകടത്തിൽ മരിച്ചുപോയി. അവരുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു, എന്തൊക്കെ കണക്കുകൂട്ടലുകൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെ മരണം അവരെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അത് ആർക്കും സംഭവിക്കും, എപ്പോഴും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലവനായി ജീവിക്കണം. ഏറ്റവും മനോഹരമായ വാക്കുകൾ കൊണ്ട് ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാത്ത വിധത്തിൽ ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകണം. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണ് ദഅവത്ത്. ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുക. കാരണം മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ മറ്റുള്ളവർക്ക് അറിയില്ല. അതെങ്ങനെയായിരിക്കുമെന്ന് അവർക്കറിയില്ല. അതിന്റെ വ്യക്തവും സ്പഷ്ടവുമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ അതറിയുന്ന നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് വിമുഖതരായാൽ, അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. നീ മനസ്സിലാക്കിയ ഒരു സത്യം എന്തുകൊണ്ട് നിന്റെ സഹോദരന്, നിന്റെ സുഹൃത്തിന്, നിന്റെ അയൽവാസിക്ക്, നിന്റെ പരിചയത്തിലുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ല? അതെത്തിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി ദഅവത്ത് നിർവഹിക്കണം. എന്നാൽ എന്താണ് ദഅവത്ത്? ഈ ഇസ്ലാമിക സന്ദേശം ജനങ്ങളിൽ എത്തിക്കണമെന്ന് പറയുമ്പോ പുതിയ കാലത്ത് അത് വല്ലാത്തൊരു ആക്രോശവും വല്ലാത്തൊരു ബഹളവും ആളുകളെ തമ്മിൽ അകറ്റിക്കടിയുന്ന ഒരു വല്ലാത്ത പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ. എങ്ങനെയാ ദഅവത്ത്?
എങ്ങനെയാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. നല്ല ഉദ്ദേശമായിരിക്കണം. അവൻ ആരാവട്ടെ, നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരിക്കണം. അവന് ഈ സന്ദേശം എത്തണമെന്ന ഗുണകാംക്ഷ നിർഭരമായ ഉദ്ദേശമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മളവനോട് പറഞ്ഞു കൊടുക്കുന്നത് സൗമ്യമായിട്ടായിരിക്കും. ബഹളത്തിൽ അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് അവനെ എതിർത്തുകൊണ്ട് അവനെ ചീത്ത പറഞ്ഞുകൊണ്ട് ആയിരിക്കുകയില്ല. ഏറ്റവും സൗമ്യനായി ഏറ്റവും വിനയാനിതനായിക്കൊണ്ടായിരിക്കും നമ്മൾ ആ സന്ദേശം ജനങ്ങളിലെത്തിക്കുക. അങ്ങനെയാണ് ഖുർആനും പറഞ്ഞിരിക്കുന്നത്. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവദിക്കുക. ഏറ്റവും നല്ല രീതിയിൽ. ഇങ്ങോട്ട് നല്ലതല്ലാത്ത രീതിയിലാണ് അയാൾ സംവദിക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് തെറിയുടെ അല്ലെങ്കിൽ അധിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ വിമർശനത്തിന്റെ അല്ലെങ്കിൽ പരിഹാസത്തിന്റെ വാക്കുകളുമായിട്ടാണോ അവർ ഇങ്ങോട്ട് വരുന്നതെങ്കിലോ ഖുർആൻ പറയുകയാണ്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. പരമകാരുണികന്റെ ദാസന്മാർ ഭൂമിയിൽ കൂടി വിനയത്തോടെ നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ നല്ല വിവേകത്തിന്റെ ശൈലി മാറ്റിക്കൊണ്ട് അവിവേകത്തോടെ, ധിക്കാരത്തോടെ, പരിഹാസത്തോടെ, എതിർപ്പോടെ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ സമാധാനപരമായി അവർക്ക് മറുപടി നൽകി അയാളങ്ങ് പോകും. പിന്നെ അതിൻ്റെ ഒപ്പം നിൽക്കൂല, പിന്നെ ആ വാദപ്രതിവാദത്തിന് നിൽക്കൂല. ഇങ്ങോട്ട് നല്ല രീതിയിൽ പറയുന്ന ആളുകളോട് അങ്ങോട്ട് നല്ല രീതിയിൽ പറയണം. ഇങ്ങോട്ട് മോശപ്പെട്ട രീതിയിൽ പറയുന്ന ആളുകളെ അങ്ങോട്ട് നല്ല രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ സലാം ചൊല്ലി പിരിയണം. അങ്ങോട്ട് മോശമായ രീതിയിൽ അവരോട് പ്രതികരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വർത്തമാനകാലത്തെ നമുക്കറിയാം, ദഅവത്ത് മേഖല സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലാതെ ലൈവ് പരിപാടികളിലാവട്ടെ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, എന്തോ ഒരു ശത്രുവിനെ നേരിടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്വഭാവം ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവനാരുണ്ട്? വലാ തസ്തബിൽ ഹസന വലസ്സയ്യിഅ ഇദ്ഫാ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നല്ലതും ചീത്തയും സമമാവുന്നില്ല. നല്ലതും ചീത്തയും സമമാവുന്നില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നുവോ അവനതാ നിന്റെ സുഹൃത്തായി, ബന്ധുവായി, ഉറ്റ സൗഹാർദ്ദത്തിലേക്ക് വരുന്നവനായിത്തീരും. ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കണം. ഏറ്റവും സൗമ്യമായി പ്രതിരോധിക്കണം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയുകയല്ല വേണ്ടത്. പുഞ്ചിരിയോടെ നേരിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുക. അങ്ങനെയാകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ മാലിന്യങ്ങളും ദേഷ്യവുമൊക്കെ അങ്ങ് അരിഞ്ഞരിഞ്ഞു പോയി അയാളും തൻ്റെ ഉറ്റമിത്രമായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം ഉണ്ടാവേണ്ടത്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടൂല. ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഇത്തിരി ക്ഷമിക്കാനൊക്കെയുള്ള കഴിവ് വേണം. ഇങ്ങോട്ട് ചീത്ത വിളിക്കുമ്പോൾ, ഇങ്ങോട്ട് ആക്രോശിക്കുമ്പോൾ, ഇങ്ങോട്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഇങ്ങോട്ടുള്ള ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് പരിഹസിക്കുമ്പോൾ, ഇങ്ങോട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് നീ കൂറുമാറിയത്, നീ ആ സംഘടനയിലേക്ക് പോയത്, നീ ആ വിഭാഗവുമായി സഹകരിക്കുന്നത് എന്നൊക്കെ അധിക്ഷേപിക്കുമ്പോൾ ക്ഷമ കൈക്കൊള്ളാൻ കഴിയണം. തിരിച്ചങ്ങോട്ട്
അധിക്ഷേപത്തിന്റെ ഭാഷയിലേക്ക് പോവുകയല്ല വേണ്ടത്. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നവൻ മഹാഭാഗ്യവാന്മാരാണ്. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹവും നൽകപ്പെടൂല. നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ക്ഷമയോരംഭിച്ചാൽ, അവരിൽ നിന്നും മാറി നടന്നാൽ അത് മഹാഭാഗ്യമാണ്. പടച്ചവൻ നമ്മളെ തൃപ്തിപ്പെടുന്നതിലേക്ക് അത് ചെന്നെത്തുകയും ചെയ്യും. സൂറത്ത് ലുഖ്മാനിൽ നമുക്ക് കാണാം, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ അഖിമിസ്സലാ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക, നീ നമസ്കാരം നിർവഹിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നിനക്ക് ബാധിച്ച വിഷമങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുക. സദാചാരം കൽപ്പിക്കണം, ദുരാചാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും അത് വിലക്കുകയും ചെയ്യണം. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മിൽ നിന്ന് തിന്മ വരാതെ നമ്മൾ ജീവിക്കാൻ ശ്രദ്ധിക്കണം. അവരിൽ നിന്ന് തിന്മ വരുമ്പോൾ അതിനെ വിലക്കി, അതിനെ ഉപദേശിച്ച് നല്ലതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നടത്തേണ്ടത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ മുഖം തിരിച്ചു കളയരുത്. ധിക്കാരത്തോടെ മനുഷ്യരെ നോക്കുന്നൊരു സ്വഭാവമുണ്ട്. ഒരു ഇടം കണ്ടിട്ട് നോട്ടം, ഒരു പുച്ഛത്തോടെയുള്ള നോട്ടം, ഒരു പരിഹാസത്തോടെ ഒരു ചിരി, പരിഹാസ ചിരിയുമായുള്ളൊരു നോട്ടം, അങ്ങനെയൊന്നും വേണ്ട. അതിനൊന്നും നീ യോഗ്യനല്ല. അതൊന്നും ഈ ദുനിയാവിലുള്ള കളി മാത്രമാണ്. പടച്ചവൻ തൃപ്തിപ്പെടുന്നതല്ല. അതുകൊണ്ട് മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയില്ലേ. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുതേ. അഹങ്കരിക്കാൻ എന്താണ് ഇവിടെയുള്ളത്? അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ച ഫിർഔൻ എവിടെ? അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ച ഇസ്ലാമിന്റെ ശത്രുക്കൾ എവിടെ? ഇന്ന് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഇവിടെ ജീവിച്ച, ഈ ലോകത്ത് ജീവിച്ച വലിയ വലിയ അധികാരികൾ, ആളുകളെ, മക്കളെ, സ്ത്രീകളെ ഒക്കെ നശിപ്പിച്ച് കൊന്നൊടുക്കിയ അധികാരികൾക്ക് എവിടെ? മണ്ണടിഞ്ഞു പോയി, മണ്ണിൽ ലയിച്ചില്ലാതായി പോയി. അവർക്കിടേതെന്ന് പറയാനുള്ള ഒരു അവശിഷ്ടം പോലും, ഒരു എല്ലിൻ കഷ്ണം പോലും ലഭിക്കാത്ത വിധത്തിൽ അവർ നശിച്ചു നാമാവിശേഷമായി പോയില്ലേ. ആരോടാണ് ഈ അഹങ്കാരം? വേണ്ട. ദഅവത്ത് രംഗത്ത് തീരെയും വേണ്ട. ഇസ്ലാമിക പ്രബോധന രംഗത്ത് അരുതേ, അരുതേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നടക്കല്ലേ. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ ഒരാളെയും പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുകയും ചെയ്യണം. നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യണം. ശബ്ദമൊതുക്കി മിതത്വം പാലിച്ച് പൊങ്ങച്ചമില്ലാതെ ദുരഭിമാനം കാണിക്കാതെ അഹങ്കാരമില്ലാതെ ജനങ്ങളോട് നല്ല രീതിയിൽ ജീവിക്കുന്നവനാവണം സത്യവിശ്വാസി. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ്. ഈ അടുത്ത ദിവസം ഞാൻ വരെ അനുഭവിച്ചാണ്. വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. നമ്മുടെ പേര് മെൻഷൻ ചെയ്ത്, നമ്മുടെ ഫോൺ മെൻഷൻ ചെയ്ത്, നമുക്ക് വേണ്ടി എന്ന് നമ്മോട് കുറെ ചോദ്യങ്ങൾ എന്ന രീതിയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. എന്തിനാ ഫോൺ നമ്പർ കയ്യിൽ മെൻഷൻ ചെയ്യുന്നത്? ആരെങ്കിലും എന്നെ വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇസ്ലാമിന്റെ കാര്യം ഇതിങ്ങനെ പറഞ്ഞ് ഒരു ശല്യമായി അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണമെന്ന്. ഇതാണോ ദഅവത്ത്? അല്ല, ഇതല്ല ദഅവത്ത്. പച്ചത്തെറി വിളിച്ച് പറയലും ആളുകളെ അധിക്ഷേപിക്കലും ആളുകളോട് ഇவ்விധത്തിൽ അവർക്ക് ശല്യമാകുന്ന രീതിയിൽ പിന്നാലെ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതല്ല ദഅവത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അത് അവലംബിച്ചുകൊണ്ടല്ലാതെ ഒരു ദഅവത്തും ഇവിടെ പ്രയോജനം ചെയ്യുകയില്ല. ഇതൊക്കെ ഒരു വാശിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം, വാശി. ആ തർക്കത്തിൽ ഒരു ഗുണവും ഉണ്ടാവുകയില്ല. ഒരു ഭാഗത്ത് നിൽക്കുന്നവനും മറുഭാഗത്ത് നിൽക്കുന്നവനും ഒരേപോലെ ശക്തിയോടെ ന്യായവും അന്യായവും നോക്കാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കും. ഇയാൾ പറയുന്നത് അയാൾ ശ്രദ്ധിക്കൂല, അയാൾ പറയുന്നത് ഇയാൾ ശ്രദ്ധിക്കൂല. അങ്ങനെ നന്നാക്കാമെന്ന് പരസ്പരം വിചാരിച്ചതുകൊണ്ട് ഇത്തരം ആളുകളെ വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല. നന്നാവാൻ മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവർക്കിടയിലേക്ക് നല്ല സന്ദേശങ്ങൾ എത്തിക്കണം. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം.
ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മിലുണ്ടാകണം. ഇസ്ലാം ഒരു വൈകാരികമായ ആവേശം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു ദൗത്യ നിർവഹണമേ അല്ല. അത് മനസ്സകത്ത് ചേക്കേറിക്കൊണ്ട് മനസ്സിനെ വിമലീകരിച്ച്, ശരീരത്തെ വിമലീകരിച്ച്, പരിസരങ്ങളെ വിമലീകരിക്കാനുള്ള ദൗത്യം നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഏറ്റവും നല്ലവനാവാനായിരിക്കണം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.